നട്ടുച്ച സമയത്ത് ഈ ബോട്ടിലും ബാഗൊക്കെ എടുത്ത് എവിടേക്കാ പോണെന്ന് വിചാരിക്കണ്ട, എവിടേക്കും അല്ല, വെള്ളം നിറക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ബാഗ് എന്തായാലും നമ്മളെ കൂടെ ഉണ്ടാവും. എന്റെ സഫന്റെ സ്വഭാവം എപ്പോഴാ മാറാന്നറിയില്ല. ഏത് വഴിക്ക് തിരിഞ്ഞാലും ആ പോണ വഴിക്കാവൂല, പിന്നെ തിരിച്ചെത്തല് വൈകുന്നേരമൊക്കെ ആക്കാരം. അതുകൊണ്ട് തന്നെ ഞാൻ ബാഗൊക്കെ എടുത്തിട്ട് സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് തന്നെ ഇറങ്ങാം. മോനുണ്ടായതുകൊണ്ട് അവനക്കുള്ള ഡയപ്പറും കാര്യങ്ങളൊക്കെ എപ്പോഴും കരുതും കേട്ടോ. പോണ വഴിക്ക് ലുലുലൊന്ന് കയറിയിട്ടോ. ലുലു നമ്മളടുത്ത് തന്നെയാണ്, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ലുലുല് കയറിയതാണ്. നമ്മളെവിടെ പോവാണെങ്കിൽ ലുലുലൊന്ന് കയറിയിട്ടേ പോവുള്ളൂ. ഫസ്റ്റ് ഞങ്ങൾ ചെന്നപ്പോ തന്നെ കണ്ടത് ആ ബേബി ട്രോളി കേട്ടോ. അപ്പൊ പിന്നെ ലൈനൊന്ന് രണ്ടിട്ടൊന്ന് കറക്കാന്ന് വിചാരിച്ച് കയറ്റിയിരിക്കതാ. ചെറിയ കുട്ടികൾക്കൊക്കെ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഈ ട്രോളി ഇവിടെ. പാരന്റ്സിന്റെ ഒക്കെ കൂടെ വരുമ്പോൾ അവർക്ക് വേണ്ട ഐറ്റംസും കാര്യങ്ങളൊക്കെ അതിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ട്രോളി തന്നെ കേട്ടോ. നട്ടുച്ച സമയമായതുകൊണ്ട് വേറെ ആരും തന്നെ ഉണ്ടായില്ല കേട്ടോ, കുറച്ച് പേരുള്ളൂ ഉണ്ടായിരുന്നത്. പൊതുവേ ഞങ്ങൾ ഈ ഒരു ലുലുവിലെ ആളുകൾ കുറവാണ്, അധികം അറബികളുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ അറബികളാണ് കൂടുതൽ. അതും വൈകുന്നേരങ്ങളിലാണ് കുറച്ചൊക്കെ തിരക്കുണ്ടാവല്. അപ്പൊ പിന്നെ അവനക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് 2 ജ്യൂസൊക്കെ എടുത്തുട്ടോ അവിടുന്ന്. ഏതായാലും നല്ല വെയിലും ഉണ്ട്. അപ്പൊ പിന്നെ അവനക്ക് ദാഹിക്കോ വിചാരിച്ചിട്ട് ഞാൻ 2 ജ്യൂസൊക്കെ അവനക്ക് എടുത്തു. അവിടുന്ന് ഞങ്ങൾ ഫുഡൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെള്ളം നിറക്കാൻ വേണ്ടി ഡെജിലിയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഫ്ലാറ്റിലായി നിന്ന് ഇപ്പോൾ വില്ലിയിലാണെന്നുണ്ടെങ്കിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വെള്ളം നിറക്കലാണ്. കാരണം ഡെജില ഞങ്ങൾ അടുത്ത് തന്നെയാണ്. പിന്നെ അതുമല്ല, നമ്മൾ ഇവിടുന്ന് വെള്ളം നിറച്ച് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ദിറേ ആവുള്ളൂ. നമ്മളിങ്ങനെ ഫ്ലാറ്റിൽ വന്ന് അവർ വെള്ളം നിറച്ച് തരികയാണെന്നുണ്ടെങ്കിൽ 7 ദിറം 8 ദിറം ആ ഒരു ചാർജായിട്ടാവണം. അപ്പോൾ അതിലേറെ സുഖം നമുക്ക് ഇവിടെ അടുത്ത് വന്ന് വെള്ളം നിറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോ കയറി ഫുഡ് വാങ്ങിട്ടോ. നെസ്റ്റോ എന്നാണ് ഞങ്ങൾ സ്ഥിരം ഫുഡ് അങ്ങനെ വാങ്ങൽ. കാരണം നെസ്റ്റോത്തെ ബിരിയാണിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ ലായിക്ക് ജ്യൂസൊക്കെ കൊടുത്ത്, കാരണം നല്ല വെയിലുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവനക്ക് നല്ലോണം ദാഹിക്കണുണ്ടായിരുന്നു. പണ്ട് നമ്മൾ കുട്ടികളാണ് സമയത്ത് ഈ ബോട്ടിലൊക്കെ നമ്മളിങ്ങനെ ഹോള് കുത്തിയിട്ട് വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ പീച്ചി കളിക്കണ ഒരു കളി ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോ എനിക്ക് അതാ ഓർമ്മ വരുന്നത് കേട്ടോ. ഇപ്പൊ പിന്നെ ഹോളിലെ ബോട്ടിലാ കിട്ടണ തന്നെ. ഇത് ഞാൻ നെസ്റ്റോന്ന് വാങ്ങിയ മാംഗോ പിക്കിൾ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അവിടെ വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഇതാ സ്ഥിരം വാങ്ങല്. ഇത് നല്ല ടേസ്റ്റ് ആണ്. ഓണ സമയത്തും ഇങ്ങനത്തെ ഒരു മാംഗോ പിക്കിൾ ഉണ്ടായിരുന്നു, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.